കൊല്ലം തിരുമുല്ലാവാരത്തെ ബലിതർപ്പണത്തിൽ വരുമാനം മാത്രം ലക്ഷ്യമിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാംസ്കാരിക സമിതിയെയും ഹൈന്ദവ സംഘടനകളെയും ഇത്തവണയും മാറ്റി നിർത്താനാണ് ദേവസ്വം ബോർഡിന്റെ നീക്കം. കഴിഞ്ഞ തവണ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭ്യമാകാതെ കണ്ണീരോടെയാണ് ഭക്തർ മടങ്ങിയത്. കർക്കിടക വാവുബലി ദിനത്തിൽ 4 ലക്ഷത്തോളം ഭക്തരെത്തുന്ന സ്ഥലമാണ് തിരുമുല്ലവാരം ക്ഷേത്രത്തിന് സമീപത്തെ ബലിതർപ്പണ കേന്ദ്രം. കാലങ്ങളായി സാംസ്കാരിക സമിതികളും ഹൈന്ദവ സംഘടനകളും ബലിതർപ്പണത്തിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ ഇവരെയെല്ലാം മാറ്റി നിർത്തി ദേവസ്വം ബോർഡ് സ്വന്തം നിലയിലാണ് ചടങ്ങ് നടത്തിയത്. അന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ ബലിയർപ്പിക്കാനെത്തിയവർ അനുഭവിച്ച ദുരിതം പുറത്തു കൊണ്ടുവന്നത് ജനം ടിവിയാണ്. സംഭവത്തിൽ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. എന്നാൽ ഇത്തവണയും വരുമാനം മാത്രം ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ദേവസ്വം ബോർഡ്. ബലിതർപ്പണ ചടങ്ങ് ഒറ്റയ്ക്ക് നടത്താൻ അനുമതി തേടി ഹൈക്കോടതിയെ സമീപിച്ചു. ഇതിനെതിരെ സാംസ്കാരിക സമിതിയും ഹൈന്ദവ സംഘടനകളും രംഗത്ത് വന്നു. ഇപ്പോൾ അവർ കൊടുത്തിരിക്കുന്ന റിട്ടൺ പ്രകാരം അവർക്ക് മറ്റാരെയും ചെയ്യാൻ അനുവദിക്കുന്നില്ല. കഴിഞ്ഞ വർഷം അറിയാം, ജനം ടി വി പോലുള്ള എല്ലാ മാധ്യമങ്ങളും ഇവിടുത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്തതാണ്, അതുപോലെ തന്നെ എല്ലാം ടെലികാസ്റ്റ് ചെയ്തതാണ്. ആ സമയത്ത് കഴിഞ്ഞ വർഷം കോടതി തന്നെ ഒരു അഡ്വക്കേറ്റ് കമ്മീഷൻ അവിടെ നിയോഗിച്ചിരുന്നു. ഈ അഡ്വക്കേറ്റ് കമ്മീഷന്റെ വിധി റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് ദേവസ്വം ബോർഡിന് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ദേവസ്വം ബോർഡിന്റെ എല്ലാ വീഴ്ചകളും അക്കവിട്ട് നിരത്തിയാണ് കൊടുത്തിരിക്കുന്നത്. നിത്യബലി നടക്കുന്ന ബലിതർപ്പണ കേന്ദ്രത്തിൽ കൂടുതൽ ഭക്തരെത്തിയാൽ ഒന്ന് വസ്ത്രം മാറാൻ പോലും സൗകര്യപ്രദമായ സ്ഥലമില്ല. കഴിഞ്ഞ തവണത്തെ സംഭവങ്ങൾ ഈ കർക്കിടക വാവ് ബലിക്കും ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയിലാണ് ഭക്തർ. 5 ലക്ഷം പേര് വരെ വരുന്ന ഈ പ്രദേശത്ത് ഒരു ടോയ്ലറ്റ് സൗകര്യം പോലും ഒരുക്കാൻ ദേവസ്വം ബോർഡിനെ കാണില്ല. ഇവിടെ നിത്യബലി നടക്കുന്നു, എല്ലാ ദിവസവും നിത്യബലി നടക്കുന്നു. ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ്, വിദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ രാവിലെയാണ് ഇവിടെ ബലിതർപ്പണത്തിന് വരുന്നത്. ഈ വരുന്നവർക്ക് ഒന്ന് ടോയ്ലറ്റിൽ ഇപ്പോൾ ഒരു പ്രാഥമിക കർമ്മത്തിന് പോകാനുള്ള ഒരു സൗകര്യം പോലും ഒരുക്കാതെ കിട്ടാവുന്ന പരമാവധി കാശും ദേവസ്വം ബോർഡിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രവണത മാത്രമാണ് നടക്കുന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ക്ഷേത്രങ്ങളിലൊന്നായിട്ട് പോലും ക്ഷേത്ര പുനരുദ്ധാരണം പകുതി വഴിയിലാണ്. ഈ ക്ഷേത്രം പൊളിച്ചിട്ടിട്ട് 10 കൊല്ലമായി. ഇന്ന് വരെ ഒരു കാരണത്താൽ അത് പണി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ഈ കോടതി വിധിയെയും ധിക്കരിച്ച് പൊതുജനങ്ങൾ ഒത്തൊരുമിച്ച് നിന്ന് വരുന്ന ഭക്തജനങ്ങൾക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം. ബലിതർപ്പണ കേന്ദ്രത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും മുൻപുള്ള പോലെ സന്നദ്ധ സംഘടനകൾക്കടക്കം സൗകര്യങ്ങൾ ഒരുക്കുവാനുള്ള സംവിധാനം വേണമെന്നുമാണ് ഭക്തരുടെ ആവശ്യം. ജനം, കൊല്ലം.